ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. പക്ഷെ ഇപ്പോഴും ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ കമ്പനിക്ക് പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ക്ലയൻറ്റ് മെസ്സേജ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഒരു ക്ലയൻറ്റിൻ്റെ റിവ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. പുതിയതായിട്ട് ഇൻറ്റീരിയർ ചെയ്യുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. ടോട്ടൽ വർക്ക് വേറൊരു കമ്പനിക്കാണ് കിട്ടിയത്. അപ്പോൾ അവർക്ക് നല്ലൊരു ഡിസൈനർ ഇല്ലാത്ത കാരണം കൊണ്ട് അവരെന്നെ ഹയർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ഡിസൈനിൻ്റെ പാർട്ടും ഡീറ്റെയിലിങ്ങിൻ്റെ പാർട്ടൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഏകദേശം ഒരു 3 മാസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ പ്രൊജക്റ്റ് ഡിസൈനും ഡീറ്റെയിലിങ്ങും കൂടി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഡിസൈനിൻ്റെ പാർട്ടിൽ ക്ലയൻറ്റ് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ക്ലയൻറ്റ് ഏറ്റവും നല്ല റിവ്യൂ ആണ് എനിക്ക് തന്നതും. പക്ഷെ ഇപ്പോഴും ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റഡ് ആയിട്ടില്ല, ഇപ്പോഴും അത് ഹോൾഡായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലയൻറ്റ് മെസ്സേജ് അയച്ചത്. ഏകദേശം ഒരു 95% ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റിൽ എസ്റ്റിമേഷനിൽ വരുന്ന എമൗണ്ട് ഈ ക്ലയൻറ്റ് ആ കമ്പനിക്ക് കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ ഒരു പ്രൊജക്റ്റ് ഹോൾഡിലാണ്. വില്ല പ്രൊജക്റ്റ് തുടങ്ങിയിട്ട് അത് പകുതി വെച്ച് നിർത്തി പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയിട്ട് പകുതി വെച്ച് ഹോൾഡ് ആവുന്നത് കണ്ടിട്ടുണ്ട്. വീടിൻ്റെ പ്രൊജക്റ്റുകളും അതുപോലെ തന്നെ തുടങ്ങി പകുതി വെച്ച് ഹോൾഡ് ആവുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഒരു ഇൻറ്റീരിയർ ചെയ്യുന്ന ക്ലയൻസ് കുറച്ച് പ്രിക്വേഷൻസ് എടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളൊരു വർക്ക് ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും ഇതൊരു ക്യാഷ് ഫ്ലോ എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ ഇതിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് പൈസ എടുത്ത് അപ്പുറത്തെ പ്രൊജക്റ്റിലിട്ടു, അപ്പുറത്തെ പ്രൊജക്റ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ഇതിലിട്ടു. അങ്ങനെ ഒരു റണ്ണിങ്, ഒരു ക്യാഷ് ഫ്ലോയുടെ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഈ ഇൻറ്റീരിയറിൻ്റെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ പേരൊക്കെ വളരെ വലിയ വലിയ പേരുകളൊക്കെ ആയിരിക്കും. ഡെവലപ്പേഴ്സിനും അതുപോലെ തന്നെ ആർക്കിടെക്ട്സിനൊക്കെ വെച്ച് വലിയ പേരിൽ വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് വേണം ഒരു വർക്ക് നമ്മളൊരു കമ്പനിക്ക് കൊടുക്കാനായിട്ട്. നല്ല രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തിയിട്ടുണ്ടാവണം നമ്മൾ ഈ വർക്ക് കൊടുക്കുന്ന ആളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വർക്ക് കൊടുക്കുന്ന കമ്പനീനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ വർക്ക് കൊടുക്കുന്ന ഒരു കാർപ്പൻറ്ററിനെ പറ്റിയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതോ ഇവരുടെ വായ്ത്താളം മാത്രമേ ഉള്ളൂ, ഇവർക്ക് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ, കേപ്പബിലിറ്റി ഉണ്ടോ, അതിനുള്ള ടീമുണ്ടോ. പല സിറ്റുവേഷനിലും ക്ലയൻറ്റ്സ് സമയപരിമിതി കൊണ്ടാണ് അധികം റിസർച്ച് ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും നിൽക്കാത്ത. ഒരുവിധം ഒരു അറിയുന്ന ഒരു റിലേഷനിലുള്ള ഒരാളാണെങ്കിൽ, ഒരു നൈബർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പങ്ക്ച്വാലിറ്റി വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഒരു മീറ്റിംഗ് വെച്ച് ഇവർ കറക്റ്റായിട്ട് സമയത്ത് വരുന്നുണ്ടോ. മിക്കവാറും സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുള്ളത് ക്ലയൻറ്റ് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എത്തിയിട്ടുണ്ടാവും, പക്ഷേ വർക്ക് ചെയ്യുന്ന ഈ ഒരു കമ്പനിയുടെ ഓണറോ അവിടെ എത്തിയിട്ടുണ്ടാവില്ല. ക്ലയൻറ്റ് ആയിരിക്കും വെയിറ്റ് ചെയ്യുന്നത് ഇവർക്ക് വേണ്ടിയിട്ട്. ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്കൊരു 100% കോൺഫിഡൻസ് കമ്പനിയിലും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വർക്ക് കൊടുക്കുക. റിലേറ്റീവ് ആണ്, നൈബറാണ്, അല്ലെങ്കിൽ എൻ്റെ ഷോപ്പിൻ്റെ അടുത്തുള്ള ഒരാൾ, നോ, അങ്ങനെ ഒരിക്കലും വർക്ക് കൊടുക്കരുത്. നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക് കൊടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസയും പോവും, അതേപോലെ തന്നെ